പ്രൈസ് ദ ലോർഡ്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് ആയിരം നന്ദി പറയുന്നു. എൻ്റെ പേര് ജീന ജോസഫ്. ഞാൻ അമേരിക്കയിലെ ടെക്സസിൽ നിന്ന് വരുന്നു. എൻ്റെ ആദ്യത്തെ ഉടമ്പടി 2024 മെയ് മാസത്തിലാണ് എടുത്തത്. ഓൺലൈൻ ഉടമ്പടിയാണ് ഞാൻ എടുത്തത്. എൻ്റെ മകൻ്റെ വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടിയായിരുന്നു. അതേ സംബന്ധിച്ച് എല്ലാം ഭംഗിയായി നടക്കുകയും ചെയ്തു. ഓൺലൈൻ ഉടമ്പടി എടുത്തതിൽ പിന്നെ എനിക്ക് ലഭിച്ച അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടുള്ള പ്രൊമോഷനെ കുറിച്ച് ആണ് എൻ്റെ അനുഭവസാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള അച്ഛൻ്റെ സന്ദേശത്തിന് ഒരു എക്സാമ്പിളാണ് എൻ്റെ പ്രൊമോഷൻ. കാരണം ഈ മെറിറ്റ് എനിക്ക് 10 വർഷം മുൻപേ ഉണ്ടായിരുന്നു. പക്ഷേ ഓരോ കാരണങ്ങൾ കൊണ്ട് അതെല്ലാം തട്ടിമാറി പോവുകയായിരുന്നു. അത് എനിക്ക് അതിനിടയിൽ ഒരു ഗ്രാൻഡ് ലഭിക്കുകയും ഈ ടോപ്പ് 5% നിന്ന് ടോപ്പ് 1%ലുള്ള കാൻഡിഡേറ്റായി അത് എന്നെ മാറ്റുകയും ചെയ്തു. 7 സ്റ്റെപ്പുള്ള പ്രോസസ്സാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ പ്രൊമോഷൻ പ്രൊസീജിയർ. അതിൻ്റെ എല്ലാ സ്റ്റെപ്പിലും വളരെ സ്മൂത്തായി അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയും ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റായി എന്നെ അവർ പ്രപ്പോസ് ചെയ്യുകയും അങ്ങനെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി പ്രൊമോഷൻ ലഭിക്കുകയും ചെയ്തു. അവസാനത്തെ സ്റ്റെപ്പായിരുന്നു ID കാർഡിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്ന് വെക്കുക എന്നുള്ളത്. എൻ്റെ കൂടെ പ്രൊമോഷൻ ലഭിച്ച സ്റ്റുഡൻസിന് ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിലും എനിക്ക് അവർ വിളിച്ച് അപ്പോയിൻമെൻറ്റ് തന്ന് എൻ്റെ ID കാർഡ് കിട്ടുകയും ഉടനടി ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇന്ത്യയിലേക്ക് വന്ന് ഇവിടെ കൃപാസന മാതാവിൻ്റെ അടുത്ത് സാക്ഷ്യം പറയാൻ വരുമെന്ന് പറയുകയും ചെയ്തു. എനിക്ക് വലുതും ചെറുതുമായ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും ഇതിനകം അമ്മ മാതാവ് വഴി എനിക്ക് ലഭിച്ചിരുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് കാലിൻ്റെ മുട്ടിന് നല്ല വേദനയുണ്ടായിരുന്നു. ഇതിനിടയിൽ നമ്മുടെ ജോസഫ് അച്ഛൻ ഷിക്കാഗോയിൽ വരികയും അവിടെ വെച്ച് തീർത്ഥാടക ഉടമ്പടി എടുക്കുന്നതിനും അവിടെ കൂടി താമസിച്ച് ധ്യാനം കൂടുന്നതിനുമുള്ള അവസരം ലഭിക്കുകയും ചെയ്തു. ആ തീർത്ഥാടന ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി എൻ്റെ കാൽമുട്ടിനുള്ള വേദന കംപ്ലീറ്റായി പോവുകയും പിന്നെ എനിക്ക് ബോൺ സ്പെർ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ടായിരുന്നു. അതായത് ബോൺ കുറച്ച് ഗ്രോ ചെയ്ത് നമ്മുടെ മസിലിനെ കുത്തി മുറിവേൽപ്പിക്കുന്ന പോലെ, സൂചി വെച്ച് കുത്തുന്ന പോലുള്ളൊരു വേദന ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമായിരുന്നു. അത് ഈ 2 വേദനകളും കംപ്ലീറ്റായി ക്യൂറാവുകയും ചെയ്തു. പിന്നീട് എനിക്ക് കടന്നൽ ഒരു പ്രാവശ്യം കുത്തിയപ്പോൾ ഞാൻ തൈലം ഉപയോഗിച്ച് അവിടെ അപ്ലൈ ചെയ്ത് 2-3 പ്രാവശ്യം അപ്ലൈ ചെയ്തതിൻ്റെ ഫലമായി ഒരു സ്വെല്ലിങ്ങും ഇല്ലാതെ കംപ്ലീറ്റായി അത് മാറുകയും ചെയ്തു. ഡിസംബർ 7-ാം തീയതി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത്, ഇന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസമാണല്ലോ, എനിക്ക് അമ്മ എന്തെങ്കിലും അടയാളം കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുകയും അന്ന് രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ പരിശുദ്ധ മാതാവ് എൻ്റെ സ്വപ്നത്തിൽ വരികയും ഇത്രയും ബ്യൂട്ടിഫുൾ സുന്ദരിയായ മാതാവിനെ ഞാൻ ഇതുവരെ ഒരു രൂപത്തിലും കണ്ടിട്ടില്ല. അത്രയും മനോഹരിയായ ഒരു മാതാവ് മുന്നിൽ വന്ന് ചിരിച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത്. പിന്നെ കൃപാവര പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഞാൻ പഠിപ്പിക്കുകയായതുകൊണ്ട് കൂടുതലും സ്റ്റുഡൻസിന് സ്പെഷ്യലായിട്ട് ട്യൂട്ടറിങ് കൊടുക്കുകയും ഡിസേബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് പ്രത്യേകം ക്ഷമയോടുകൂടെ അവരെ പഠിപ്പിക്കാനുള്ള ഒരു ക്ഷമ എനിക്ക് ലഭിക്കുകയും അതിനുള്ളൊരു പ്രചോദനം ലഭിക്കുകയും ചെയ്തു. പിന്നെ അവിടെ സ്കോളർഷിപ്പ് ഫണ്ടിലേക്ക് ഞാൻ ഡൊണേറ്റ് ചെയ്യും. പിന്നെ തൃശ്ശൂരുള്ള ഒരു പാലിയേറ്റീവ് കെയറിലേക്ക് നമ്മൾ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. എല്ലാ ദിവസവും മുടങ്ങാതെ 5:30 AM അലാം വെച്ച് ഡെയിലി ബ്ലെസ്സിങ്, അവിടുത്തെ 5:30 മോർണിംഗിനാണ്, ഞാൻ US ടൈമിലാണ് ഞാൻ കേൾക്കുന്നത്. ഒരു ദിവസവും മുടങ്ങിയിട്ടില്ല. അത് 5:30 ഡെയിലി ബ്ലെസ്സിങ്സ് ഞാൻ മുടങ്ങാതെ കാണും. എല്ലാ ചൊവ്വാഴ്ചയും ധ്യാന പ്രസംഗം കേൾക്കും. പിന്നെ വാട്സാപ്പിൽ ഡെയിലി ബൈബിൾ വേഴ്സസ് സ്റ്റാറ്റസായി ഇടും. പിന്നെ കൃപാസനത്തിലെ ഒരു ടെസ്റ്റിമോണി അത് മുടങ്ങാതെ ഞാൻ എല്ലാ ദിവസവും നല്ല ടെസ്റ്റിമോണികൾ നോക്കി അത് സ്റ്റാറ്റസായി എൻ്റെ വാട്സാപ്പിൽ ഇടുകയും ചെയ്യും. ഇത്രയുമാണ് എൻ്റെ സാക്ഷ്യം. 41:13 നിൻ്റെ ദൈവവും കർത്താവുമായി ഞാൻ നിൻ്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ജിനി ചേച്ചി പറഞ്ഞു,
10 വർഷം മുമ്പേ തന്നെ മെറിറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ മെറിറ്റ് ഉണ്ടായിരുന്നെങ്കിലും പ്രമോഷൻ ലഭിച്ചില്ല. ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് ആ പ്രമോഷൻ ലഭിക്കുകയാണ്. അതുപോലെ വർഷങ്ങളായി കൊണ്ടു നടന്ന കാൽമുട്ടിലെ വേദന അത് തീർത്ഥാടന ഉടമ്പടി എടുത്ത സമയത്ത് മാറിക്കിട്ടുകയാണ്. ഉടമ്പടി നമ്മളെ വ്യത്യസ്തരാക്കുകയാണ്. ഉടമ്പടിയിൽ നമ്മൾ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നുണ്ട്, പ്രേക്ഷിത വേലകൾ ചെയ്യുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്. ഇതെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ തക്ക വിധം നമ്മളെ മാറ്റുകയാണ്. മരീൻ ഉടമ്പടിയിൽ വരുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ തക്ക വിധം പരിശുദ്ധ അമ്മ നമ്മളെ ഒരുക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് 6 നിബന്ധനകൾ നമുക്കെല്ലാം നൽകിയിട്ടുള്ളത്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.